ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2429. ഇന്ന് ഓഗസ്റ്റ് മാസം 25-ാം തീയതി 237-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു ആവർത്തിച്ച് പറയുന്ന കാര്യമായിരുന്നു. അധിക ഉത്കണ്ഠയൊന്നും വേണ്ട. നാളെക്കുറിച്ചെന്നല്ല, ഒന്നിനെക്കുറിച്ചും ഒരുപാട് ആകുലപ്പെടേണ്ട. എന്തോ ചില ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും അങ്ങോട്ട് പാലിക്കാനായിട്ടും ഉൾക്കൊള്ളാനായിട്ടും പറ്റുന്നില്ല. ഒന്ന് കുതറി ചില സ്വന്തം വഴികളിലൂടെ തന്നെ പോകാനാണ് നിർബന്ധ ബുദ്ധിയും ശാഠ്യമൊക്കെ. ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസമെങ്കിലും സ്കൂളിൽ ക്ലാസ് നടക്കരുത് എന്ന് അവിടുത്തെ 2 വികൃതി കുട്ടികളുടെ വലിയൊരു ദുരാഗ്രഹമായിരുന്നു. ഒരു ദിവസം. അങ്ങനെ ഇരിക്കെ സ്കൂൾ മുറ്റത്ത് മേഞ്ഞു നടക്കുന്ന 3 ആടുകളെ കണ്ടപ്പോ ഈ കുസൃതി കുട്ടികൾ 2 പേർക്കും ഒരാശയം തോന്നി. വൈകുന്നേരം എല്ലാവരും സ്കൂളിൽ നിന്ന് പോയപ്പോൾ അവർ 3 ആടുകളെയും തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ക്ലാസ് മുറിക്കകത്തേക്ക് വിട്ടു. അത് മാത്രമല്ല, അവയുടെ കഴുത്തില് 1, 2, 4 എന്ന നമ്പറുകളും എഴുതി തൂക്കി. 1, 2, 4. പിറ്റേന്ന് ക്ലാസ്സിലെത്തിയ കുട്ടികൾ ആടുകളെ കണ്ട് അതിനെ പിടിക്കാനിറങ്ങി. 3 എണ്ണത്തെയും ഒരുവിധം പിടിച്ചു കഴിഞ്ഞപ്പോ ഒരു കുട്ടി പറയുകയാണ്, നിങ്ങൾ ആടുകളുടെ കഴുത്തിലെ നമ്പർ ശ്രദ്ധിച്ചോ? 3-ാം നമ്പർ ആട് ഈ കൂട്ടത്തിലില്ല. അത് ഇവിടെ എവിടെയോ വേറെ ഏതെങ്കിലും ക്ലാസ് മുറിയിൽ കാണും. എല്ലാവരും കൂടി ഓടാൻ തുടങ്ങി 3-ാം നമ്പർ ആടിനെ തിരയാനായിട്ട്. വൈകുന്നേരം വരെ കുട്ടികൾ മുഴുവൻ അന്വേഷിച്ചിട്ടും അവർക്കതിനെ കിട്ടിയില്ല. അന്നേ ദിവസം ആ സ്കൂളിൽ ക്ലാസ്സും നടന്നില്ല. 4 മണിക്ക് മണിയടിച്ചപ്പോൾ എല്ലാവരും വീടുകളിലേക്ക് പോയി. ആകുലപ്പെടാനായിട്ട് എന്തെങ്കിലും എപ്പോഴും ഉണ്ടാകണമെന്നൊരു നിർബന്ധ നിയമം ഞാനും കൊണ്ടു നടക്കുന്നുണ്ട്. ആഘോഷിക്കാനായിട്ട് എനിക്കൊരു കാരണം ആവശ്യമാണ്. അതിങ്ങനെ ജന്മദിനമായാലും വിവാഹ വാർഷികമായിരുന്നാലും അല്ല, ആഘോഷത്തെക്കുറിച്ച് എന്തിനാ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തി നമ്മൾ ആഘോഷിക്കും. പക്ഷേ ആകുലപ്പെടാനായിട്ടുണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ പോലും വേണ്ടെന്നുള്ളതാണ്. ഇല്ലാത്ത കാര്യങ്ങളുടെയും വളരെ അപ്രസക്തമായ കാരണങ്ങളുടെയും ഒക്കെ പേരിലാണ് പലരുടെയും ആകുലതയും ഉത്കണ്ഠയും ദുഃഖവും ഒക്കെ. കുറെ കൂടി ബോധത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നമുക്ക് എത്തണ്ടേ? ക്രിസ്തുയേശു സഹായിക്കും. നമ്മളും ഒന്ന് തുടങ്ങി വെച്ചാൽ മതി. ആമേൻ.